53 ഇൻറ്റു 10 ഈ ക്രിയ ചെയ്യുമ്പോൾ കിട്ടുന്ന ശരിയായ ഉത്തരം. ഓപ്ഷൻ എ 13, ഓപ്ഷൻ ബി 530, ഓപ്ഷൻ സി 100, ഓപ്ഷൻ ഡി 103. ആൻസർ ഓപ്ഷൻ ബി 530. ഏത് സംഖ്യ 10 കൊണ്ട് ഗുണിച്ചാലും ആ ചോദ്യത്തിൻ്റെ കൂടെ 10ൻ്റെ ഒരു 0 ഇട്ട് കൊടുത്താൽ കറക്റ്റ് ഉത്തരം കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 2, 500, 126, 536, 728, 625, 401, 325. ഈ സംഖ്യകളിൽ 10ൻ്റെ സ്ഥാനത്ത് 2 വരുന്ന എത്ര സംഖ്യകളുണ്ട്? ആൻസർ ഓപ്ഷൻ സി. സംഖ്യകൾ നോക്കുമ്പോൾ 126, 728, 625, 325. ഇത്തരം സംഖ്യകൾക്ക് 10ൻ്റെ സ്ഥാനത്ത് 2 ആണ് വരുന്നത്. രാജീവ് കുളിക്കാൻ 10 മിനിറ്റും ആഹാരം കഴിക്കാൻ 15 മിനിറ്റും റെഡിയാവാൻ 25 മിനിറ്റും എടുക്കുന്നു. ഇതെല്ലാം കൂടി ചെയ്യാൻ എത്ര സമയം എടുക്കും? ആൻസർ ഓപ്ഷൻ എ 50 മിനിറ്റ്. 25ഉം 15ഉം 10ഉം കൂടെ കൂട്ടുമ്പോൾ 50 കിട്ടും. എളുപ്പത്തിൽ കൂട്ടാൻ 20ഉം 10ഉം 10ഉം കൂട്ടുക, അപ്പോൾ 20, 40 കിട്ടും. പിന്നീട് 2 5 കൂടെ കൂട്ടി കഴിയുമ്പോൾ 10 കിട്ടും. അങ്ങനെ 50 ആക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4, ഒരു കോഴിക്കൂട്ടിൽ 8 കോഴികളുണ്ട്. ആകെ എത്ര കാലുകളുണ്ട്? ആൻസർ ഓപ്ഷൻ ഡി 16. കോഴിക്ക് 2 കാല് വെച്ചാണുള്ളത്. അപ്പോൾ 8 കോഴികളുണ്ട്. 8നെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 16 കിട്ടും. അല്ലെങ്കിൽ 2നെ 8 പ്രാവശ്യം കൂട്ടിയാലും ആൻസർ കിട്ടും. 5ാമത്തെ ചോദ്യം പാറ്റേൺ ആണ്. 130, 125, 120. അതിനുശേഷമുള്ള പാറ്റേൺ എഴുതാനാണ്. ആൻസർ ഓപ്ഷൻ സി 115, 110, 105. 5 വീതം കുറയാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 6, 2, 3, 7. ഈ സംഖ്യകൾ വെച്ച് നിർമ്മിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏത്? ആൻസർ ഓപ്ഷൻ ഡി 237. ഈ സംഖ്യകൾ കൃത്യമായി എഴുതി കഴിയുമ്പോഴാണ് കിട്ടുന്നത് ഏറ്റവും ചെറിയ സംഖ്യ. ക്വസ്റ്റ്യൻ നമ്പർ 7, 600 + 60 + 6. ആൻസർ എത്രയാണെന്ന്? ഓപ്ഷൻ എ 606, ഓപ്ഷൻ ബി 666, ഓപ്ഷൻ സി 616, ഓപ്ഷൻ ഡി 600. ആൻസർ ഓപ്ഷൻ ബി 666. 600ഉം 60ഉം കൂട്ടുമ്പോൾ 660, അതിൻ്റെ കൂടെ 6 കൂടെ കൂട്ടിക്കഴിയുമ്പോൾ 666 കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 8, ഒരു വർഷത്തിൽ എത്ര മാസങ്ങളുണ്ട്? ഓപ്ഷൻ സി ആണ് ആൻസർ 12 മാസങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 9, ആഴ്ചയിൽ എത്ര ദിവസങ്ങളുണ്ട്? ആൻസർ ഓപ്ഷൻ ബി 7 ദിവസങ്ങൾ. ക്വസ്റ്റ്യൻ നമ്പർ 10, 8, 4, 2 എന്നീ അക്കങ്ങൾ ഉപയോഗിച്ച് നിർമ്മിക്കാനാവുന്ന ഏറ്റവും വലിയ മൂന്നക്ക സംഖ്യ ഏത്? ഉത്തരം 842 ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 578ൻ്റെ 10ൻ്റെ സ്ഥാനത്ത് വരുന്ന സംഖ്യ ഏത്? 578 എന്നുള്ള നമ്പറിൻ്റെ 10ൻ്റെ സ്ഥാനത്ത് വരുന്ന അക്കം ഓപ്ഷൻ സി ആണ് 7. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 60 + 25 തുക ഏത്? ആൻസർ ഓപ്ഷൻ ഡി 85. 60ഉം 20ഉം കൂടെ പ്ലസ് ചെയ്താൽ 80, 5ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ 85. അങ്ങനെ വേഗത്തിൽ ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 13, ഓട്ടമത്സരത്തിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് 30 മുതൽ 50 വരെ കാർഡ് നൽകി എങ്കിൽ എത്ര കാർഡുകൾ നൽകി? ആൻസർ ഓപ്ഷൻ ബി ആണ് 21. ഇത് കാണാനുള്ള എളുപ്പവഴി 50ൽ നിന്ന് 30 കുറയ്ക്കുക, കുറച്ച് കിട്ടുന്ന സംഖ്യയുടെ കൂടെ 1 ആഡ് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 14, 18 - 8 ഇതിൻ്റെ ഉത്തരമായി വരുന്ന സംഖ്യ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി 10 ആണ്. മൈനസ് ചെയ്യുന്നതിന് പകരമായിട്ട് 8ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 18 കിട്ടുമെന്ന് നോക്കാം. അപ്പോൾ വേഗം 10 എന്ന് ആൻസർ കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 14, 123, 234, 345 ഇതിന് തുടർച്ചയായി വരുന്ന സംഖ്യ ഏതാണ്? ഓപ്ഷൻ എ 456, 567, ഓപ്ഷൻ ബി 654, 765, ഓപ്ഷൻ സി 346, 347, ഓപ്ഷൻ ഡി 445, 545. ആൻസർ ഓപ്ഷൻ എ ആണ് 456, 567. ക്വസ്റ്റ്യൻ നമ്പർ 15, ക്രമമായി വരുന്ന സംഖ്യ ഏതാണ്? 25, 26, 28, 31. ആൻസർ ഓപ്ഷൻ സി 35 ആണ്. ഇത് 1, 2, 3, 4, 5 ആ ക്രമത്തിലാണ് കൂടി വരിക. 25-നോട് 1 കൂട്ടിയ 26, 26-നോട് 2 കൂട്ടിയ 28, 28-നോട് 3 കൂട്ടിയ 31, 31-ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 35. ആ ഒരു പാറ്റേണിലാണത് മുന്നോട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 16, 168 എന്ന സംഖ്യയെ മാറ്റി എഴുതിയതിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ 100 + 50 + 8, ഓപ്ഷൻ ബി 100, 6, 10, 8, 1,
ഓപ്ഷൻ സി 158 ഒന്നുകൾ. ഓപ്ഷൻ ഡി 16 10 5 1. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് നോക്കുമ്പോൾ ഓപ്ഷൻ എയിൽ 100 + 50 + 8 അത് 158 വരുള്ളൂ. ഓപ്ഷൻ ബിയിൽ 100 6 10 8 1. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. 168 കിട്ടും അതിന്. ഓപ്ഷൻ സി നോക്കുമ്പോൾ 100 58 1 അത് 158 വരുള്ളൂ. ഓപ്ഷൻ ഡിയിൽ 16 10 5 1. 16 10 5 1 എന്ന് പറയുമ്പോൾ 165 വരുള്ളൂ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ക്വസ്റ്റ്യൻ നമ്പർ 17. 65-ൽ നിന്നും 60 കുറച്ചാൽ കിട്ടുന്ന സംഖ്യ. ഓപ്ഷൻ എ 61, ഓപ്ഷൻ ബി 10, ഓപ്ഷൻ സി 0, ഓപ്ഷൻ ഡി 5. ആൻസർ ഓപ്ഷൻ ഡി 5 ആണ്. 60-ൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ 65 കിട്ടും എന്ന് നോക്കാം. 5 ആണ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 18. 65 + 21 തുക ഏത്? ഓപ്ഷൻ എ 85, ഓപ്ഷൻ ബി 86, ഓപ്ഷൻ സി 87, ഓപ്ഷൻ ഡി 88. അപ്പോൾ 65 21 കൂട്ടുമ്പോൾ 60ഉം 20ഉം ആദ്യം കൂട്ടാം, 80 കിട്ടും. 5 ഒന്നും കൂട്ടിയാൽ 6. അപ്പോൾ ടോട്ടൽ 80 + 6 86 എന്നും കിട്ടും. അല്ലെങ്കിൽ എഴുതി നോക്കി കൂട്ടണം. ആൻസർ ഓപ്ഷൻ ബി ആണ്. 178 എന്ന സംഖ്യയെ മാറ്റി എഴുതിയതിൽ ശരിയല്ലാത്തത് ഏത്? ഓപ്ഷൻ എ 17 100 8 1, ഓപ്ഷൻ ബി 100 + 70 + 8, ഓപ്ഷൻ സി 17 10 8 1, ഓപ്ഷൻ ഡി 100 7 10 8 1. ഇതിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ എ ആണ്, 17 100 8 1. ഓപ്ഷൻ ബി നോക്കുമ്പോൾ 100 + 70 + 8 അത് 178 കിട്ടും. ഓപ്ഷൻ സിയിൽ 17 10 8 1 അതും 178 ആണ്. 100 7 10 8 1 അതും 178 ആണ്. ഇതല്ലാത്തത് 17 100 8 എന്നുള്ള ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ചെയ്ത് നോക്കുമ്പോൾ 17 100 എന്ന് പറഞ്ഞാൽ 1700 + 8 1 1708 ഉള്ളൂ ആൻസർ ആയിട്ട് കിട്ടുള്ളൂ. 178 കിട്ടുകയില്ല. നമ്പർ 20. ചുവടെ തന്നിരിക്കുന്നവയിൽ ആരോഹണക്രമം ഏത്? ആരോഹണക്രമം എന്ന് പറയുമ്പോൾ ചെറുതിൽ നിന്ന് വലുതിലേക്കാണ്. ഓപ്ഷൻ എ 27 21 20 15. 27 കഴിഞ്ഞിട്ട് 21 വന്നിരിക്കുന്നു, അത് കഴിഞ്ഞിട്ടാണ് 20, അപ്പോൾ അത് ശരിയല്ല. ഓപ്ഷൻ ബി 35 34 33 32 അത് വലുതിൽ നിന്നും ചെറുതിലേക്കാണ് പോകുന്നത്. ഓപ്ഷൻ സി 50 55 60 65 അതാണ് കറക്റ്റായ ആൻസർ. 50 ചെറുതാണ്, അതിൻ്റെ വലുത് 55, അതിൻ്റെ വലുത് 60, അതിൻ്റെ വലുത് 65. ചെറുതിൽ നിന്നും വലുതിലേക്ക് പോകുന്നതാണ് ആരോഹണക്രമം. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ചതുരത്തിന് എത്ര വശങ്ങളുണ്ട്? 3 4 5 6. ആൻസർ ഓപ്ഷൻ ബി 4. ക്വസ്റ്റ്യൻ നമ്പർ 22. ത്രികോണത്തിന് എത്ര വശങ്ങളുണ്ട്? ഓപ്ഷൻ എ 3, ഓപ്ഷൻ ബി 4, ഓപ്ഷൻ സി 1, ഓപ്ഷൻ ഡി 5. ആൻസർ ഓപ്ഷൻ ബി ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 23. വട്ടം അല്ലെങ്കിൽ വൃത്തം. വട്ടത്തിന്റെ കാര്യത്തിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ 4 വശങ്ങളുണ്ട്, ഓപ്ഷൻ ബി 3 വശങ്ങളുണ്ട്, ഓപ്ഷൻ സി വശങ്ങളില്ല, ഓപ്ഷൻ ഡി 4 വശവും ഒരുപോലെയാണ്. ആൻസർ ഓപ്ഷൻ സി വശങ്ങളില്ല. വൃത്തത്തിന് വശങ്ങൾ ഇല്ലാത്ത ഒരു രൂപമാണ്. ഭൂമിയുടെ ആകൃതി താഴെ പറയുന്നവയിൽ ഏതാണ്? വൃത്തം, ചതുരം, ഗോളം, സമചതുരം. ആൻസർ ഓപ്ഷൻ സി ഗോളം. ക്വസ്റ്റ്യൻ നമ്പർ 25. താഴെ പറയുന്നവയിൽ ചതുരക്കട്ടയുടെ ആകൃതി എന്തിനാണ്? ഓപ്ഷൻ എ സമൂസ, ഓപ്ഷൻ ബി ചക്രം, ഓപ്ഷൻ സി ബോൾ, ഓപ്ഷൻ ഡി ഇഷ്ടിക. ആൻസർ ഓപ്ഷൻ ഡി ഇഷ്ടിക. ഇഷ്ടികയ്ക്ക് ചതുരക്കട്ടയുടെ ആകൃതിയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 26. മിനിഹയുടെ അടുത്ത് 100 രൂപയുണ്ട്, അവൾ 60 രൂപയ്ക്ക് ബുക്ക് വാങ്ങി. ഇനി എത്ര രൂപയുടെ സാധനം മേടിച്ചെങ്കിലാണ് 100 രൂപയും തീരുന്നത്? ഓപ്ഷൻ എ 25, ഓപ്ഷൻ ബി 30, ഓപ്ഷൻ സി 40, ഓപ്ഷൻ ഡി 38. 60 രൂപ ഓൾറെഡി ചിലവായി, ഇനിയിപ്പോൾ എത്ര രൂപയും കൂടെ ഉണ്ടെങ്കിലാണ് 100 രൂപ ആവുക എന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന ഓപ്ഷൻ വെച്ചിട്ട് 40 ആണ് ആൻസർ. ഓപ്ഷൻ സി. ക്വസ്റ്റ്യൻ നമ്പർ 27. മീനു 20 രൂപയുടെ 5 പേന വാങ്ങി. അവൾ കടയിൽ എത്ര രൂപ നൽകണം? ഓപ്ഷൻ എ 90, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 20, ഓപ്ഷൻ ഡി 80. 20 രൂപയുടെ 5 പേനയാണ് വാങ്ങിയത്, അപ്പോൾ 20 5 പ്രാവശ്യം വരും. ആൻസർ ഓപ്ഷൻ ബി 100. ക്വസ്റ്റ്യൻ നമ്പർ 28. പാറ്റേൺ ആണ്. 600 700 800 900. ഓപ്ഷൻ എ 1001, ഓപ്ഷൻ ബി 999, ഓപ്ഷൻ സി 1000, ഓപ്ഷൻ ഡി 950. ആൻസർ ഓപ്ഷൻ സി 1000. ക്വസ്റ്റ്യൻ നമ്പർ 29. 999 999 + 1 എത്രയാണ്? ഓപ്ഷൻ എ
900, ഓപ്ഷൻ ബി 999, ഓപ്ഷൻ സി 909, ഓപ്ഷൻ ഡി 1000. ആൻസർ ഓപ്ഷൻ ഡി 1000 ആണ്. 999 കൂടെ ഒന്നുകൂടെ കൂട്ടിയാൽ 1000 ലഭിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 30. 10 പെൻസിലുകൾ വീതമുള്ള 10 പാക്കറ്റിൽ ആകെ എത്ര പെൻസിലുകൾ ഉണ്ടാവും? ഓപ്ഷൻ എ 20, ഓപ്ഷൻ ബി 100, ഓപ്ഷൻ സി 1000, ഓപ്ഷൻ ഡി 101. ആൻസർ ഓപ്ഷൻ ബി 100. 10 പ്രാവശ്യം വന്നാൽ 100 വരും. ക്വസ്റ്റ്യൻ നമ്പർ 31. ചുവടെ നൽകിയവയിൽ 1000 എന്ന ഉത്തരം ലഭിക്കാത്തത് ഏതിനാണ്? ഓപ്ഷൻ എ 300 + 700, ഓപ്ഷൻ ബി 800 + 200, ഓപ്ഷൻ സി 900 + 100, ഓപ്ഷൻ ഡി 900 + 50. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 900 + 50. അത് ചെയ്താൽ 950 കിട്ടുകയുള്ളൂ. ബാക്കി എല്ലാത്തിനും 1000 ലഭിക്കും. അപ്പോൾ ഇതിൽ 1000 കിട്ടാത്തത് ഓപ്ഷൻ ഡി ചെയ്യുമ്പോഴാണ്. 900 എന്ന സംഖ്യയെ തുല്യ കൂട്ടങ്ങളാക്കിയാൽ ലഭിക്കുന്ന ഉത്തരമേത്? ഓപ്ഷൻ എ 400 + 400, ഓപ്ഷൻ ബി 350 + 350, ഓപ്ഷൻ സി 450 + 450, ഓപ്ഷൻ ഡി 250 + 250. ആൻസർ ഓപ്ഷൻ സി 450 + 450. അത് ചെയ്യുമ്പോഴാണ് 900 എന്ന ആൻസർ കിട്ടുക. പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുമ്പോൾ 400 + 400 800, 50 + 50 100. അപ്പോൾ 800 + 100 900 900 കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 33. 500ഉം 200ഉം 50ഉം ചേർന്നാൽ എത്ര? ഓപ്ഷൻ എ 750, ഓപ്ഷൻ ബി 800, ഓപ്ഷൻ സി 525, ഓപ്ഷൻ ഡി 700. ആൻസർ ഓപ്ഷൻ എ 750 ആണ്. 500ഉം 200ഉം ചേർന്നാൽ 700 കിട്ടും. 750ഉം 750 750. 900 അതായത് 900 എന്ന സംഖ്യ ചുവടെ തന്നവയിൽ നിന്ന് കണ്ടെത്തുക. ഓപ്ഷൻ എ 90 90 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ 900. ഓപ്ഷൻ സി നോക്കുമ്പോൾ 999 999, ഓപ്ഷൻ ഡി 9000 9000. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 കിലോ പഴത്തിന് 50 രൂപ, 3 കിലോ പഴത്തിന്റെ വില എത്ര? ഉത്തരം ഓപ്ഷൻ സി 150 ആണ്. 50 3 പ്രാവശ്യം വരും. അപ്പോൾ 150 കിട്ടും. ക്വസ്റ്റ്യൻ നമ്പർ 36. 897, 898, 899 പാറ്റേൺ ആണ്. നെക്സ്റ്റ് നമ്പർ എഴുതാനാണ്. ഓപ്ഷൻ ഡി 900 900 ആണ് ഉത്തരം. അക്കങ്ങളുടെ തുക 15 ലഭിക്കാത്തത് ഏതിനാണ്? അപ്പോൾ ഏതെങ്കിലും 3 ഓപ്ഷന് കറക്റ്റ് 15 കിട്ടും, ഓരോ ഓപ്ഷന് കിട്ടില്ല. അത് നോക്കാം. ഓപ്ഷൻ എ 4 + 4 + 7. അത് ചെയ്ത് നോക്കുമ്പോൾ 4 4 8 8 7 15 കിട്ടും. ഓപ്ഷൻ ബി 4 + 2 + 5. അത് ചെയ്യുമ്പോൾ 4 2 6 6 5 11 കിട്ടുള്ളൂ. അപ്പോൾ 15 കിട്ടാത്തത് ഓപ്ഷൻ ബി ആണ്. സി ഓപ്ഷൻ കൂടെ നോക്കാം. 8 + 3 + 4 8 8ൻ്റെ കൂടെ 3 കൂട്ടിയാൽ 11 11 4 15. ഓപ്ഷൻ ഡി 9 1 10 10 5 15. അപ്പോൾ എ സി ഡി ഇവയ്ക്ക് 3 15 ആൻസർ കിട്ടും. കിട്ടാത്തത് ഓപ്ഷൻ ബി ചെയ്യുമ്പോഴാണ്. 7 നൂറുകൾ ചേർന്ന സംഖ്യ എത്ര പത്തുകൾ ചേർന്നതിന് തുല്യമാണ്? 7 നൂറുകൾ ചേർന്നെന്ന് പറയുമ്പോൾ 700 ആണ് കിട്ടുക. 700 എന്ന് പറഞ്ഞാൽ 70 പത്തുകൾ ചേർന്ന് തുല്യമാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ് 70. 7 നൂറുകൾ 700 ആണ്. അതുപോലെ തന്നെയാണ് 70 പത്തുകളും 700 ആണ്. 1 മീറ്ററിന് തുല്യമാണ് ഡാഷ്. ഓപ്ഷൻ എ 1 സെന്റിമീറ്റർ, ഓപ്ഷൻ ബി 100 സെന്റിമീറ്റർ, ഓപ്ഷൻ സി 150 സെന്റിമീറ്റർ, ഓപ്ഷൻ ഡി 200 സെന്റിമീറ്റർ. ആൻസർ ഓപ്ഷൻ ബി 100 സെന്റിമീറ്റർ. 100 സെന്റിമീറ്റർ ആണ് 1 മീറ്റർ. The chart below shows the number of people who visited the library on different days. പല ദിവസങ്ങളിൽ ലൈബ്രറി വന്നവരുടെ ചിത്രമാണ് കൊടുത്തിട്ടുള്ളത്. On which day did most number of people visited library? ഏത് ഡേയിലാണ് കൂടുതൽ ആൾക്കാർ ലൈബ്രറി വിസിറ്റ് ചെയ്തത്? അപ്പോൾ നോക്കുമ്പോൾ തന്നെ അറിയാം ആൾക്കാരുടെ എണ്ണം മൺഡേ ആണ് കൂടുതൽ. ആൻസർ ഓപ്ഷൻ സി മൺഡേ. I distribute 20 toffees equally in 4 boxes. Number of toffees in each box will be. 20 മിഠായികൾ തുല്യമായി 4 ബോക്സിൽ വീതിച്ച് വെച്ചാൽ ഒരു ബോക്സിൽ എത്ര മിഠായി ഉണ്ടാകുന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആൻസർ ബി 5 ആണ് ആൻസർ. ആദ്യത്തെ ബോക്സിൽ 5, രണ്ടാമത്തെ ബോക്സിലും കൂടെ 5 ഇടുമ്പോൾ 10 ആവും, മൂന്നാമത്തെ ബോക്സിൽ 5 ഇടുമ്പോൾ 15, നാലാമത്തെ ബോക്സിൽ 20. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ആർ റിട്ടൺ ഇൻ ആൻ ഇൻക്രീസിംഗ് ഓർഡർ? ആരോഹണ ക്രമത്തിൽ എഴുതിയ ജോഡി കണ്ടുപിടിക്കാനാണ്. ഓപ്ഷൻ എ 95 97 90, ഓപ്ഷൻ ബി 51 50 56, ഓപ്ഷൻ സി 65 67 69, ഓപ്ഷൻ ഡി 41 48 43. ആൻസർ ഓപ്ഷൻ സി ആണ് ഇൻക്രീസിംഗ് ഓർഡറിൽ വരുന്നത്. I have 671 rupees. I bought a toy for 258 rupees. How much money is left with me?
എൻ്റെ കയ്യിൽ 671 രൂപയുണ്ട്. ഞാൻ ഒരു ടോയ് കാർ 258 രൂപയ്ക്ക് വാങ്ങി. ബാക്കി എത്ര രൂപ ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ 929, 427, 413, 258. ആൻസർ ഓപ്ഷൻ സി 413. 258ന്റെ കൂടെ 413 കൂട്ടുമ്പോഴാണ് 671 കിട്ടുക. മൈനസ് ചെയ്യുന്നതിന് പകരം തിരിച്ചു കൂട്ടിയാലും മതിയാവും. The number of 107 can also be written as. 107നെ വേറെ ഏത് രീതിയിലാണ് എഴുതാൻ പറ്റുക? ആൻസർ ഓപ്ഷൻ ഡി 100 + 7, 100 + 7. ഇത് ചെയ്യുമ്പോഴാണ് 107 എന്നുള്ള ആൻസർ കിട്ടുക. വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സ്മോൾ ബോക്സസ് ഇൻ ദ ഫോളോയിങ് ഫിഗേഴ്സ്? തന്നിരിക്കുന്നതിന് സ്മോൾ ബോക്സസ് ടോട്ടൽ എത്ര ഉണ്ടാവും എന്നുള്ളതാണ്. ഫസ്റ്റ് 100 ഉണ്ട്, അടുത്തത് 100 ഉണ്ട്. അപ്പോൾ 200, പിന്നീട് 10, 3 ഒന്നുകൾ. അപ്പോൾ 100 + 100 + 10 + 1 + 1 + 1, 213 ആൻസർ വരിക. ഇൻ ദ ഗിവൻ ഫിഗർ ഹൗ വിൽ യു ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് ഐസ്ക്രീം കോൺസ്? ടോട്ടൽ നമ്പർ ഐസ്ക്രീം കാണാനുള്ള മെത്തേഡ് ഏതാണെന്നാണ്. ആകെ 16 ഐസ്ക്രീം ആണുള്ളത്. അപ്പോൾ വരിയായും നിരയായും നോക്കുമ്പോൾ 4 × 4 ആണ് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. There are 12 apples. 3 apples are eaten and 9 are left. Which number statement shows this? 12 ആപ്പിൾ ഉണ്ടായിരുന്നു, 3 എണ്ണം കഴിച്ചു, 9 എണ്ണം ബാക്കിയുണ്ട്. ഈ കാര്യം കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതെന്നാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 12 - 3 = 9. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് നമ്പർ? 709, 813, 599, 652. അപ്പോൾ 709, 813, 599, 652. 3 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്, മൂന്നക്ക സംഖ്യകളാണ്. അപ്പോൾ അതിന് 100ന്റെ സ്ഥാനത്ത് 8 വരുന്നത് 813. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി ആണ്, 813. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈൽ ഈസ് യൂസ്ഡ് ടു മേക്ക് ദ ഫ്ലോർ? ഫ്ലോർ നിർമ്മാണത്തിന് യൂസ് ചെയ്ത ടൈൽ ഏതെന്നാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. തുടർന്ന് വരുന്ന സംഖ്യകൾ എഴുതുക. 12, 16, 20, 24. ആൻസർ ഓപ്ഷൻ ഡി 28, 32. 4 വീതമാണ് കൂടി വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പെൻസിലിന്റെ വില 5 രൂപ. ഇത്തരം 4 പെൻസിലുകളുടെ വില എത്ര രൂപ? ആൻസർ 20 ആണ്. ഓപ്ഷൻ ബി. 5 4 പ്രാവശ്യം വരും. ചിത്രത്തിലെ ഏത് വസ്തുവിനാണ് 3 സെന്റിമീറ്റർ നീളമുള്ളത്? മാർക്കർ പെൻ നോക്കുകയാണെങ്കിൽ അത് 4 സെന്റിമീറ്റർ ഉണ്ട്. മായ്ക്കുന്ന റബ്ബർ 2 സെന്റിമീറ്റർ, പെൻസിൽ കട്ടർ 2 സെന്റിമീറ്റർ. ആൻസർ സി ആണ്, തീപ്പെട്ടിക്കൊള്ളി. അതിനാണ് 3 സെന്റിമീറ്റർ നീളമുള്ളത്. ടച്ച് നിൽക്കുന്ന സ്ഥലം തൊട്ട് അത് 0, പിന്നീട് 1, 2, 3 അങ്ങനെ എണ്ണണം. ഒരു ടാങ്കിൽ 700 ലിറ്റർ വെള്ളമുണ്ട്. കുറച്ച് വെള്ളം ഉപയോഗിച്ചു. ഇപ്പോൾ ടാങ്കിൽ 275 ലിറ്റർ വെള്ളം അവശേഷിക്കുന്നു. എങ്കിൽ എത്ര ലിറ്റർ വെള്ളമാണ് ഉപയോഗിച്ചത്? അപ്പോൾ 700 ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ 275 ഉള്ളൂ. എത്രമാത്രം ഉപയോഗിച്ചു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 275ന്റെ കൂടെ എത്ര ആഡ് ചെയ്താൽ 700 കിട്ടുമെന്ന് നോക്കാം. ആൻസർ ഓപ്ഷൻ ബി ആണ്, 425 ലിറ്റർ. 275ന്റെ കൂടെ 400 ആഡ് ചെയ്താൽ 675 കിട്ടും. അതിൻ്റെ കൂടെ 25 കൂടെ ആഡ് ചെയ്താൽ 700 കിട്ടും. അങ്ങനെ വേഗം ആൻസർ കിട്ടും. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്തത് ഒരു പാറ്റേൺ ആണ്. ചുവടെയുള്ള ക്രമത്തിൽ അടുത്ത രൂപം എന്തായിരിക്കും? അപ്പോൾ ത്രികോണം, വട്ടം, ചതുരം, പിന്നീട് വീണ്ടും ത്രികോണം, വട്ടം, ചതുരം അങ്ങനെയാണ് വരിക. അപ്പോൾ ത്രികോണം കഴിഞ്ഞിട്ട് വീണ്ടും വട്ടമാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഒരു തളികയിൽ 15 ലഡു ഉണ്ട്. ഒരു പെട്ടിയിൽ 5 ലഡു വീതം വെക്കണം. എങ്കിൽ തളികയിൽ ലഡു എല്ലാം നിറയ്ക്കാൻ എത്ര പെട്ടി വേണം? 15 ലഡു ആണുള്ളത്. അപ്പോൾ 5 എണ്ണം വെച്ച് നിറയ്ക്കാനാണെങ്കിൽ 3 പെട്ടി വേണം. ആൻസർ ഓപ്ഷൻ സി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന രൂപങ്ങൾ വൃത്തം ഏതെന്നാണ്. അത് സിമ്പിൾ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. മുകളിൽ കാണിച്ചിരിക്കുന്ന പുസ്തകത്തിനും സഞ്ചിക്കും കൂടി ആകെ വില എത്രയാണ്? 250 രൂപയാണ് ബുക്കിന്. ബാഗിന് 321. ടോട്ടൽ 571. ആൻസർ ഡി ആണ്. പല അളവുകളിൽ വെള്ളം നിറച്ച ഗ്ലാസുകളുടെ ചിത്രമാണ് ചുവടെയുള്ളത്. ഇതിനെ ഏറ്റവും കുറവ് വെള്ളമുള്ളതിൽ നിന്നും ഏറ്റവും കൂടുതൽ വെള്ളമുള്ളത് വരെ ക്രമമായി അടുക്കുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ചിത്രത്തിൽ ഏറ്റവും കുറവ് രണ്ടാമത്തെ ഗ്ലാസ്, അതിനുശേഷം 4 കൂടുതലുള്ളത്, അതിലും കൂടുതൽ 3, അതിനുശേഷം ഏറ്റവും കൂടുതൽ 1. ആൻസർ ഓപ്ഷൻ എ ആണ്. 2, 4, 3, 1. ഓപ്ഷൻ എ ആണ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെതായിട്ട്. പല ദിവസങ്ങളിൽ ലൈബ്രറിയിൽ വന്ന ആൾക്കാരുടെ എണ്ണമാണ് ചിത്രമായിട്ട് കൊടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് ദിവസമാണ് വന്നതെന്നാണ്. ആൻസർ ഓപ്ഷൻ ബി, തിങ്കൾ. 396 എന്ന വീട്ടു നമ്പർ എഴുതിയിരിക്കുന്ന ഏത് വീട്ടിലാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്,
അതാണ് 396. ഓപ്ഷൻ ബി വായിക്കുന്നത് 3906. ഓപ്ഷൻ സി 30096. ഓപ്ഷൻ ഡി 3096. ചിത്രത്തിൽ ആകെ എത്ര പൂക്കളുണ്ടെന്ന് കണക്കാക്കുന്നതിന് താഴെ കൊടുത്ത ക്രിയകളിൽ ഏതുപയോഗിക്കണം? അപ്പോൾ 6 പാത്രങ്ങളാണ്. ഒരു പാത്രത്തിൽ 3 പൂക്കൾ വെച്ച് 6 പാത്രങ്ങൾ. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഓപ്ഷൻ ബി ആണ്. 6 × 3 ടോട്ടൽ 18 പൂക്കളുണ്ട്. തന്നിരിക്കുന്ന രൂപം ഉണ്ടാക്കാൻ ഒരു ചതുരക്കടലാസ് ചുവടെ കാണിക്കുന്നവയിൽ ഏത് രീതിയിലാണ് മുറിക്കേണ്ടത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ക്രോസ് ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് അങ്ങനെ ഒരു ചിത്രം കിട്ടുക. നിങ്ങളുടെ സ്കൂൾ തുടങ്ങുന്നത് 8 മണിക്കാണ്. ചുവടെ ചില ക്ലോക്കുകൾ വരച്ചിട്ടുണ്ട്. ഏതിലാണ് ഈ സമയം കാണിക്കുന്നത്? 8 മണിയുടെ സമയം കാണിക്കുന്ന ക്ലോക്ക് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ ബി 10 മണിയുടെ ക്ലോക്കാണ്. ഓപ്ഷൻ സി 8 മണി കഴിഞ്ഞു, 8:03 ആ ഒരു ടൈം വരും. ഓപ്ഷൻ ഡി 6 മണിയാണ്. അപ്പോൾ 8 മണി സമയം കാണിക്കുന്ന ക്ലോക്ക് ഓപ്ഷൻ എ ആണ്. കഴിഞ്ഞുപോയ സാറ്റിന്റെ ക്വസ്റ്റ്യൻസ് ആണിത്. സ്റ്റേറ്റ് അച്ചീവ്മെന്റ് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ്. ഒരു പെൻസിലിന് 8 രൂപയാണ് വില. സുമ 6 പെൻസിൽ വാങ്ങി. സുമ ആകെ കൊടുത്ത വില താഴെ കൊടുത്തവയിൽ ഏതാണ്? അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 8 × 6. 8 രൂപ 6 പ്രാവശ്യം വരും. അതായത് 8 പെൻസിലുകൾ 6 പ്രാവശ്യം വരും. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരാൾക്ക് 4 ചോക്ലേറ്റ് കൊടുക്കണം. ആകെ 36 ചോക്ലേറ്റ് ഉണ്ട്. എത്ര പേർക്ക് കൊടുക്കാൻ കഴിയും? ഒരാൾക്ക് 4 ചോക്ലേറ്റ് പീസ് കിട്ടും. 36 എണ്ണം തീരുകയും വേണം. ആൻസർ ഓപ്ഷൻ സി ആണ്. 9. 4 9 പ്രാവശ്യം കൊടുക്കുമ്പോഴാണ് 36 ആവുക. നിങ്ങളുടെ വീട്ടിൽ ഒരു മുറിയിലെ നീളം അളന്നു പറയുന്നത് ഏത് യൂണിറ്റിലാണ്? ആൻസർ ഓപ്ഷൻ സി മീറ്റർ ആണ്. നീളം അളക്കുന്നതിനുള്ള യൂണിറ്റ് ആണ് മീറ്റർ. ക്വസ്റ്റ്യൻ നമ്പർ 4. ക്ലോക്കിൽ കാണുന്നത് സുധീർ വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പുറപ്പെട്ട സമയമാണ്. 10 മിനിറ്റ് കൊണ്ട് സുധീർ സ്കൂളിലെത്തി. എത്ര മണിക്കാണ് സുധീർ സ്കൂളിലെത്തിയത്? ക്ലോക്കിൽ കാണുന്ന സമയം 9:40 ആണ്. 10 മിനിറ്റ് സുധീർ സ്കൂളിൽ പോകാൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ 9:40 കൂടെ 10 കൂടെ ആകുമ്പോൾ 9:50 ആണ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ലിനി പച്ചക്കറിക്കടയിൽ പോയി 1 കിലോഗ്രാം തക്കാളിയും 1 കിലോഗ്രാം വെണ്ടയും 2 കിലോഗ്രാം വെള്ളരിയും വാങ്ങി. ആകെ എത്ര രൂപയായി? അപ്പോൾ തക്കാളി പ്ലസ് വെണ്ട പ്ലസ് വെള്ളരി മൂന്നും കൂടെ പ്ലസ് ചെയ്യണം. അപ്പോൾ ഇവിടെ 32 + 24 + 2 കിലോ വെള്ളരിയാണ് വാങ്ങിയത്. അപ്പോൾ 15 2 പ്രാവശ്യം വരും. അപ്പോൾ 30. ടോട്ടൽ 86 രൂപ വരും. ആൻസർ ഓപ്ഷൻ ബി ആണ്. സുകന്യയ്ക്ക് തന്റെ സമ്പാദ്യപ്പെട്ടിയിൽ നിന്ന് 87 രൂപ കിട്ടി. അതിൽ 24 രൂപയ്ക്ക് ഒരു പേന വാങ്ങി. ഇനി സുകന്യയുടെ കയ്യിൽ എത്ര രൂപ ബാക്കിയുണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 87 രൂപ ഉണ്ടായിരുന്നു, 24 രൂപ ചിലവായി, ബാക്കിയാണ് കാണേണ്ടത്. ആൻസർ ഓപ്ഷൻ ബി 63 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ചുവടെയുള്ള സംഖ്യാക്രമത്തിൽ അടുത്ത സംഖ്യ ഏത്? 3, 8, 13, 18. ആൻസർ ഓപ്ഷൻ സി 23. 5 വീതം കൂടിക്കൂടി വരുന്ന ഒരു പാറ്റേൺ ആണത്. ചുവടെയുള്ള സംഖ്യാ കാർഡുകളെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാൽ 59 കഴിഞ്ഞ് 59 കഴിഞ്ഞ് തൊട്ടടുത്ത് വരുന്ന കാർഡ് ഏതായിരിക്കും? അപ്പോൾ തന്നിരിക്കുന്നതിൽ 59 കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സംഖ്യ ഓപ്ഷൻ എ ആണ്, 63. ചുവടെ കൊടുത്തവയിൽ ഒരു സെറ്റ് സംഖ്യകൾ ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമീകരിച്ചാണ് എഴുതിയത്. അത് ഏതാണ്? ആരോഹണ ക്രമത്തിൽ എഴുതിയിരിക്കുന്ന സംഖ്യാക്രമം കണ്ടുപിടിക്കാനായിട്ടാണ്. ഇപ്പോൾ തന്നിരിക്കുന്നതിൽ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. 25, 27, 39, 46, 53, 68. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 3Aയിൽ 42 കുട്ടികളും 3Bയിൽ 37 കുട്ടികളും ഉണ്ട്. 2 ക്ലാസ്സിലും കൂടി ആകെ എത്ര കുട്ടികളുണ്ട്? അപ്പോൾ 42 + 37 വരും. ആൻസർ ഓപ്ഷൻ എ 79 ആണ്. കൃഷ്ണ തന്റെ 3 കളിപ്പാട്ടങ്ങളിൽ പാവകളും കാറുകളും പട്ടങ്ങളും എത്രയുണ്ടെന്ന് കണക്കാക്കുന്നു. ഓരോന്ന് എത്ര വീതം ഉണ്ടെന്ന് കണ്ടുപിടിക്കുക. ആൻസർ ഓപ്ഷൻ 1 ആണ്. 6 പട്ടങ്ങൾ, 8 പാവകൾ, 7 കാറുകൾ. ചുവരിലെ ചിത്രം നോക്കൂ. ചില സ്ഥലത്ത് സമചതുരത്തിലുള്ള ടൈലുകൾ നിരത്തിയിരിക്കുന്നു. ഇത് പൂർത്തിയാക്കാൻ ഇനി എത്ര ടൈലുകൾ വേണം? ആൻസർ ഓപ്ഷൻ 4 ആണ്, 6 ടൈലുകൾ. ചീന 15 മീറ്റർ ചുവന്ന നാടയും 29 മീറ്റർ നീല നാടയും 23 മീറ്റർ പച്ച നാടയും വാങ്ങി. അവൾ ആകെ വാങ്ങിയ നാടയുടെ നീളം എത്ര? 15 + 29 + 23. ആൻസർ 67. ഓപ്ഷൻ 2 ആണ്. താഴെ തന്നിരിക്കുന്ന ക്ലോക്കിൽ കാണിച്ചിരിക്കുന്ന സമയം എഴുതുക. 9:25 ആണ് സമയം. ഓപ്ഷൻ 3.
വിട്ടുപോയ ഭാഗം പൂരിപ്പിച്ച് മാതൃക പൂർത്തിയാക്കുക ഒരു ചിത്ര പാറ്റേൺ ആണ്. ഇനി തുടർന്ന് വരുന്ന പാറ്റേൺ ഓപ്ഷൻ 2 ആണ്. ഒരു ബലൂൺ കമ്പനി ബലൂണുകളിൽ 9 സംഖ്യകൾ അച്ചടിച്ചിട്ടുണ്ട്. ഒരു ബലൂണിലുള്ള സംഖ്യയിൽ 9 വരുന്നുണ്ട്. അതിന്റെ സ്ഥാനമൂല്യം എന്താണ്? അപ്പോൾ തന്നിരിക്കുന്നതിൽ 694 എന്നുള്ള നമ്പറാണ് ബലൂണിൽ വരിക. അതിൽ 9ന്റെ സ്ഥാനമൂല്യം 10ന്റെ സ്ഥാനമാണ്. ഓപ്ഷൻ 1. ഒരു തീവണ്ടി രാവിലെ 8:20 പ്ലാറ്റ്ഫോമിൽ എത്തുകയും 8:57 പോവുകയും ചെയ്തു. തീവണ്ടി പ്ലാറ്റ്ഫോമിൽ നിർത്തിയിട്ടത് എത്ര മിനിറ്റാണ്? ആൻസർ ഓപ്ഷൻ 1 37 മിനിറ്റ് ആണ്. 8:20 കൂടെ 37 മിനിറ്റും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് 8:57 ആവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു പശുവിന് 4 കാലുണ്ടെങ്കിൽ 7 പശുക്കളുള്ള തൊഴുത്തിൽ ആകെ എത്ര കാലുണ്ടാവും? 7 4 28. ആൻസർ ഓപ്ഷൻ 3 ആണ്. പത്ത് കുട്ടികളുടെ ഇഷ്ടപ്പെട്ട പഴങ്ങൾ താഴെ പട്ടികയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ കുട്ടികൾക്കിടയിൽ ഏറ്റവും ജനപ്രീതി കുറവുള്ള പഴമേത്? ആൻസർ മാമ്പഴമാണ്. ഓപ്ഷൻ 3. ഒരു കുട്ടിക്ക് മാത്രമാണ് മാമ്പഴം ഇഷ്ടം. സ്കെയിൽ സെന്റിമീറ്ററിലാണെങ്കിൽ നൽകിയിട്ടുള്ള വടിയുടെ നീളം എത്ര? ആൻസർ ഓപ്ഷൻ 2 ആണ്, 4 സെന്റിമീറ്റർ. അപ്പോൾ 1ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിലും അവിടെ 0 തൊട്ട് കണക്കാക്കുമ്പോൾ 1 തൊട്ട് 2 വരെയും 1, പിന്നീട് 3 വരെ 2, പിന്നീട് 3 4, അങ്ങനെ 4 സെന്റിമീറ്റർ കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഏത് ഘടികാരമാണ് 2 മണി നേരം കാണിക്കുന്നത്? ഓപ്ഷൻ 2 ആണ്, 2 മണിയുടെ ഘടികാരം. ചിത്രത്തിൽ കാണുന്ന ഓരോ വരിയും 4 സെന്റിമീറ്റർ ഉള്ളതാണെങ്കിൽ ആകെ വരികളുടെ നീളം എത്ര? തന്നിരിക്കുന്നതിൽ 13 വരികളുണ്ട്. അപ്പോൾ ഒരു വരി 4 സെന്റിമീറ്റർ ആണ്. അപ്പോൾ 4 13 പ്രാവശ്യം കൂട്ടും, അല്ലെങ്കിൽ 13 × 4. ആൻസർ 52 സെന്റിമീറ്റർ ആണ്. ഓപ്ഷൻ 3. ചിത്രത്തിൽ കാണുന്നത് പോലെ സോനുവിന്റെ പക്കൽ 2 ട്രേ ലഡു ഉണ്ട്. അവൻ 2 പ്ലേറ്റുകൾ തുല്യമായി പകുക്കാൻ ഉദ്ദേശിക്കുന്നു. ഓരോ പ്ലേറ്റിലെയും ലഡുവിന്റെ എണ്ണം എത്രയായിരിക്കും? അപ്പോൾ ആകെ 8 ലഡുവാണ് ഉള്ളത് 2 പ്ലേറ്റിലും കൂടെ. അപ്പോൾ തുല്യമായിട്ട് പകുത്താൽ ഒരു ട്രേയിൽ 4 എണ്ണം കിട്ടും. ഓപ്ഷൻ 1 ആണ് ആൻസർ. ചിത്രത്തിൽ എത്ര വൃത്തങ്ങളുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ചിത്രത്തിൽ 6 വൃത്തങ്ങളാണുള്ളത്. ഓപ്ഷൻ 3 ആണ് ആൻസർ. കളി സമയത്ത് അധ്യാപിക ഗീതയ്ക്ക് 3 കടലാസ് കുറുമാനം കൊടുത്തു. ഗീത ആ കുറുമാനങ്ങൾ തുറന്നപ്പോൾ അവൾക്ക് 3 സംഖ്യകൾ അവയിൽ നിന്ന് കിട്ടി. അധ്യാപിക ഗീതയോട് പ്രസ്തുത സംഖ്യയെ അവരോഹണ ക്രമത്തിൽ സ്ഥാനമൂല്യ പട്ടികയിൽ ക്രമീകരിക്കാൻ പറഞ്ഞു. അപ്രകാരം ക്രമീകരിക്കുമ്പോൾ ഗീതയ്ക്ക് കിട്ടുന്ന സംഖ്യ ഏത്? അവരോഹണ ക്രമം എന്ന് പറയുമ്പോൾ വലുതിൽ നിന്നും ചെറുതിലേക്കാണ് ക്രമീകരിക്കുന്നത്. ഇവിടെ തന്നിരിക്കുന്ന സംഖ്യ 4, 8, 2 ഇവയാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് അവരോഹണ ക്രമത്തിലുള്ള സംഖ്യ ഉണ്ടാക്കുമ്പോൾ അത് കിട്ടുന്നത് 842 എന്നാണ്. ഓപ്ഷൻ 4. ഏറ്റവും വലിയ 3 അക്ക സംഖ്യ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ 2 ആണ്, 999, 999. ഏറ്റവും വലിയ ഒരക്ക സംഖ്യ 9, 2 അക്ക സംഖ്യ 99, 3 അക്ക സംഖ്യ 999. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്കൂൾ വിദ്യാർത്ഥികളെ വഹിച്ചുകൊണ്ട് വിനോദ കേന്ദ്രത്തിൽ രാവിലെ 10:30 എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബസ് 30 മിനിറ്റ് നേരത്തെ എത്തിച്ചേർന്നു. എത്ര മണിക്കാണ് ബസ് എത്തിച്ചേർന്നത്? അപ്പോൾ 10:30 വരും എന്ന് പറയുന്ന ബസ് 30 മിനിറ്റ് നേരത്തെയാണ് എത്തിച്ചേർന്നത്. അപ്പോൾ എത്ര നേരത്തെയാണ് എത്തിച്ചതെന്ന് ചോദിക്കുമ്പോൾ 10 മണിക്ക് ബസ് എത്തി. 10 മണി കഴിഞ്ഞ് 30 മിനിറ്റ് ആകുമ്പോഴാണ് 10:30 ആവുക. അപ്പോൾ 30 മിനിറ്റ് ഒഴിവാക്കിയാൽ 10 മണി എന്നാണ് ആൻസർ. ഓപ്ഷൻ 1.